അശ്വിൻ ശ്രുതിയുടെ മറ്റൊരു റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിയോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അശ്വിൻ ഇത്ര സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടും മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോവാണ്. നല്ല നിരാശയിലായിരിക്കും അശ്വിൻ. കാരണം തന്റെ സ്നേഹം ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടും ശ്രുതി ഒരു തരത്തിലും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ എന്നോർത്ത് വലിയ വിഷമത്തിലായിരിക്കും. ശ്രുതിയാണെങ്കിൽ തന്നോട് ഇത്രയും ക്രൂരത ചെയ്ത അശ്വിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ഇഷ്ടം തുറന്നു പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി കുറച്ച് ഗ്യാപ്പ് എടുക്കുവാണ്. മനസ്സിലാണെങ്കിൽ അശ്വിനോട് ഒരു 100 ഇരട്ടി സ്നേഹം ഉണ്ടായിരിക്കും. അത് ശ്രുതി തുറന്നു പറയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ശ്രുതിക്ക് അശ്വിനെ ഫേസ് ചെയ്യാനൊക്കെ നല്ല ചമ്മലായിരിക്കും. കാരണം പണ്ടത്തെ പോലെയല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കൂടി രസമായിട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും താനില്ലാതെ ഇനി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നും അശ്വിൻ പറഞ്ഞതോടുകൂടി അശ്വിന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഒരു ചമ്മല്. അങ്ങനെ മാറി മാറി ഒഴിഞ്ഞു പോവുമായിരിക്കും ശ്രുതി. അശ്വിൻ കുളി കഴിഞ്ഞ് റൂമിലോട്ട് വരുന്ന സമയത്ത് അറിയാതെ രണ്ടുപേരും തമ്മിൽ അങ്ങ് ഇടിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അശ്വിന്റെ കണ്ണുകളിലോട്ട് തന്നെ നോക്കുന്നു, അശ്വിനും അതുപോലെ തിരിച്ചു നോക്കുന്നു. കുറച്ചു നേരം ഒരു ചെറിയ പാട്ടൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പെട്ടെന്ന് ശ്രുതി അശ്വിനെ തള്ളി മാറ്റി അവിടെ നിന്ന് കട്ടിലിൽ പോയി ഇരിക്കുവാണ്. അവിടെ ഇരുന്ന് ശ്രുതിയാണെങ്കിൽ ഫോണും എടുത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ, എന്നിൽ നിന്ന് ഒരുപാട് മാറി മാറി ഒഴിഞ്ഞു പോവാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ അശ്വിനും കട്ടിലിൽ വന്നിരിക്കുന്നുണ്ട്. ശ്രുതിയോട് അശ്വിൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി, ഞാൻ ശ്രദ്ധിച്ചു, നീ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നീ ആകെ മൂഡ് ഓഫ് ആയിരുന്നല്ലോ. നീ നേരാവണ്ണം ഭക്ഷണം പോലും കഴിച്ചില്ല, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടം എൻ്റെ പഴയ ശ്രുതിയാ. ഇതുപോലെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന് എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഞാൻ നിന്റെ അടുത്ത് സ്നേഹം തുറന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് നിനക്ക് ആ ഒരു ടെൻഷനാണോ? എനിക്കെന്തോ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ഒക്കെ അശ്വിൻ സാറിന് തോന്നുന്നതാ. അങ്ങനെ തലേനെ എടുത്ത് മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ശ്രുതി. ആണോ? അപ്പോൾ ഒരു കുഴപ്പമില്ല, താൻ പഴയ പോലെ തന്നെ ഓക്കെ ആണോ? പിന്നെ ഞാൻ അതുപോലെ തന്നെ ഓക്കെയാ, എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇരിക്കുക. അപ്പോൾ വേറൊരു തലേണ കൂടെ ഉണ്ടായിരിക്കും. അത് അശ്വിനും മടിയിലോട്ട് എടുത്തു വെക്കുന്നുണ്ട്. ആ 2 തലേണയും കട്ടിലിന്റെ നടുക്കിലായിട്ട് ഒരു വൺമതിൽ പണിഞ്ഞിട്ടാണ് രണ്ടുപേരും അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. അതിലൊരു തലേണ അശ്വിനും മടിയിലെടുത്തു വെക്കുന്നു. അശ്വിന്റെ കയ്യിലോട്ടായിരിക്കും ശ്രുതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. ശ്രുതിയുടെ ഉള്ളറിയുന്ന അശ്വിൻ ഒന്ന് പറ്റിക്കാനായിട്ടാണ് അതുപോലെ വെപ്രാളൊക്കെ മുഖത്തും കൈകളിലൊക്കെ വരുത്തുന്നേട്ടോ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ എന്തിനാ ആ തലേനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നേ? അതിവിടെ വെച്ചേ. എന്തിനാ അത് മടിയിൽ വെച്ചിരിക്കുന്നേ? എടുത്തിവിടെ വെക്ക്. അതെന്താ, നിനക്ക് മാത്രം കയ്യിലെ തലേണ വെച്ചിരുന്നാ മതിയോ? ഞാനും ഇരിക്കട്ടെ. അല്ല, അതിവിടെ വെക്ക്, ഞാൻ വെച്ചു, ഇനി അശ്വിൻ സാറും വെക്ക്. അങ്ങനെ അശ്വിനും തലേണ അവിടെ തന്നെ വെക്കുന്നുണ്ട്. ശ്രുതി, നീ എന്തോ ടെൻഷനില്ല, അതുകൊണ്ട് നീ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്കാൻ നോക്ക്. വേണ്ട വേണ്ട, ലൈറ്റൊന്നും ഓഫ് ചെയ്യണ്ട. അതെന്താ, നിനക്ക് ലൈറ്റ് കണ്ട ഉറക്കം വരില്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങ്. അത് വേണ്ട, എനിക്കിപ്പോൾ ലൈറ്റ് ഇട്ടാലാ നല്ല ഉറക്കം വരിക. എന്തൊക്കെയാ നീ പറയുന്നേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തോ നീ മനസ്സിൽ വെച്ചിട്ടാ ഇങ്ങനെ സംസാരിക്കുന്നേ. അശ്വിൻ സാർ ആണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞില്ലേ? ഇപ്പോൾ ആ അധികാരം വെച്ച് അശ്വിൻ സാർ എന്നോട് മോശമായിട്ട് പെരുമാറിയല്ലോ. എന്ത് മോശം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മോശമായിട്ട് നടക്കുന്ന അത് അങ്ങനെ എന്തെങ്കിലും നടന്നാലോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മോശമായിട്ട് നടക്കേ? എനിക്കങ്ങനെ ഒരു കാര്യം അറിയില്ല. എന്താ നീ പറഞ്ഞു വരുന്നേ? അങ്ങനെ വീണ്ടും വീണ്ടും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അശ്വിൻ സാറേ, കല്യാണം കഴിഞ്ഞ് നമുക്കിടയിൽ എപ്പോഴും വഴക്കായിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ തമ്മിൽ അങ്ങനെയല്ലല്ലോ, പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെയാ? അല്ല, ഈ അശ്വിൻ സാറിനെ കൊണ്ട് ഞാൻ തോറ്റു. അതല്ല ഞാൻ പറയുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ വഴക്കിടുകയല്ലോ ഇപ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, അശ്വിൻ സാർ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്കെന്തോ പേടി. നമ്മൾ തമ്മിൽ അരുതാത്ത എന്തെങ്കിലും നടക്കുമോ എന്നൊരു പേടി. അതുകൊണ്ട് ഈ തലേണ എവിടെ ഇരുന്നോട്ടെ, ലൈറ്റ് ഓഫ് ചെയ്യണ്ട, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉറങ്ങാതിരിക്കേണ്ടി വരും. ഓഹോ, അപ്പോ ആ പേടി. എൻ്റെ പൊൻവണ്ടേ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയെങ്കിൽ തന്നെ നിനക്ക് അഞ്ജലി ചേച്ചിയുണ്ട്, മുത്തശ്ശിയുണ്ട്, അവരെയൊക്കെ വിളിക്കാലോ. ഓഹോ, അപ്പോൾ നിങ്ങൾ ഉറപ്പ് പറയല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോഴും ഞാനും മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും വിളിച്ചോണ്ട് വരണം, അതല്ലേ നിങ്ങൾ പറയുന്നേ? ഇനി ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നാലും അവരെന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
എന്താ എൻ്റെ ശ്രുതി നിന്റെ പ്രശ്നം? നീ ഞാൻ പറയുന്ന കേൾക്ക്. ഞാനേ നിന്നോട് ഇഷ്ടം പറഞ്ഞതൊക്കെ ശരിയാ എന്ന് കരുതി നീ എന്നോടും തിരിച്ചിഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാൻ നിന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളൊക്കെ ആയി. എന്നാലും നീ എന്നോട് തിരിച്ചു ഇഷ്ടമാണെന്ന് പറയുന്നത് എന്നാണോ അന്നാ എൻ്റെ മനസ്സിൽ നമ്മുടെ കല്യാണം കഴിയുന്ന ദിവസം. അന്ന് തന്നെയാ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ശ്രുതി മതി മതി ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാം എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രീതിയെയും ആകാശിനെയും ആയിരിക്കും. ആകാശാണെങ്കിൽ ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട്. ആകാശ എന്നൊക്കെ വിളിച്ചിട്ടും മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. കണ്ണാടിക്ക് മുൻപിൽ മുടിയും ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി ആകാശിന്റെ അടുത്ത് വന്ന് മുട്ടി അങ്ങ് ഇരിക്കുന്നുണ്ട്. എന്താ ഇന്ന് വല്ലാത്ത സന്തോഷാണല്ലോ, എന്താ കാര്യം? ഇങ്ങനെ സന്തോഷം ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനിന്ന് വല്ലാത്ത സന്തോഷത്തിലാ. എന്താ അതിന് മാത്രം ഇത്ര സന്തോഷിക്കാനുള്ളത്? അത് അശ്വൻ സാർ ഉണ്ടല്ലോ, ശ്രുതിയോട് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞിരിക്കുക. അതുമാത്രമല്ല ഇഷ്ടവും തുറന്നു പറഞ്ഞു. ആണോ? സത്യാണോ? അപ്പൊ ഏട്ടൻ ഇഷ്ടം തുറന്നു പറഞ്ഞു അല്ലേ ശ്രുതിയുടെ അടുത്ത്? അങ്ങനെ തുള്ളി ചാടുന്നുണ്ട് ആകാശ്. ആകാശേ ഇവിടെ ഇരിക്ക്, ഞാൻ പറയട്ടെ. അല്ല എന്നിട്ട് ശ്രുതി എന്താ പറഞ്ഞത്? ശ്രുതി തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അശ്വൻ സാർ ഒരു പാവാണെന്നും അത്ര ഇഷ്ടം കൊണ്ടല്ലേ തുറന്നു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അശ്വൻ സാറിൻ്റെ അടുത്ത് ശ്രുതിയും ഇഷ്ടം പറയും. അതിന് കുറച്ച് സമയം കൊടുക്കണം. ഇന്ന് ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് ആകാശിനറിയോ? അത് നിന്റെ മുഖത്ത് തന്നെ ഉണ്ടല്ലോ. അത്രയും സന്തോഷത്തിലാണ് നീ എന്ന്. ഇനി നമുക്കും ജീവിച്ചു തുടങ്ങണം. അവര് ഇപ്പൊ നല്ല സന്തോഷത്തിലാ. ഇനി ആ ശ്യാമിന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനമായാൽ നമ്മുടെ വീട് ഒരു സ്വർഗമായിരിക്കും എന്ന് ആകാശം ശ്രുതിയൊക്കെ സംസാരിക്കുക. വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ ആയിരിക്കും. ശ്രുതി എല്ലായിടത്തും പൊടികളൊക്കെ തട്ടി തുടയ്ക്കുവാണ്. എന്നാ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നുണ്ടായിരിക്കും. തുമ്മുന്ന സമയത്ത് ശ്രുതി തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നേ? അന്ന് അശ്വൻ സ്നേഹം തുറന്നു പറഞ്ഞ കാര്യം ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ ശ്രുതി പറയുന്നത്. അപ്പോഴായിരിക്കും തുമ്മണ് കണ്ട് അങ്ങോട്ടേക്ക് ശ്യാം വരുന്നത്. ശ്രുതി തുമ്മുന്നുണ്ടല്ലോ, ഇനി എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാനായിട്ട് ശ്യാം ശ്രുതിയുടെ അരികിലോട്ട് വരുന്നുണ്ട്. ശ്രുതി, തനിക്കെന്തെങ്കിലും വയ്യായി ഉണ്ടോ? താൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? എനിക്ക് വയ്യായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ അന്വേഷിക്കാൻ നിൽക്കണ്ട. നിന്നെപ്പോലെ ഒരുത്തനെ എനിക്ക് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. എന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് താൻ എൻ്റെ അടുത്ത് ഒരുമാതിരി സംസാരിക്കരുത്. നിന്റെ സംസാരം കേൾക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് മിണ്ടാൻ നിൽക്കുക. അതിന് ഞാൻ എന്താ നിന്റെ അടുത്ത് ചോദിച്ചത്? നീ എന്തിനാ തുമ്മുന്നേ? അതല്ലേ. ഇത് കേൾക്കുന്ന ശ്രുതി എന്നാ ഇവനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്നും കരുതി ശ്യാമിൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. നിനക്ക് പറയേണ്ടത് ഞാനിപ്പോ എന്തിനാ തുമ്മുന്നേ എന്നല്ലേ. അത് തുമ്മുന്നത് മാറ്റാനേ എനിക്ക് തീരെ താല്പര്യമില്ല. ആ തുമ്മുന്നത് എനിക്കൊരു ഓർമ്മയാ. അതെന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യാ. ശരിയാ, എന്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും, പ്രശ്നങ്ങളുണ്ടാക്കും ഒക്കെ ചെയ്യും എന്ന് കരുതിയിട്ട് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇന്നലെ എൻ്റെ അശ്വിൻ സാറ് അച്ഛൻ്റെയും അമ്മയുടെയും സമാധി സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞു. എല്ലാറ്റിനും മാപ്പും പറഞ്ഞു. അങ്ങനെ ഞാനും അശ്വിൻ സാറും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറന്ന് സ്നേഹം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഓർമ്മയാ ഈ തുമ്മല്. അത് മരുന്ന് കഴിച്ച് മാറ്റാനേ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാ എന്ന് ചിരിച്ചുകൊണ്ട് പറയാ. ഇത് കേട്ട് ആകെ ഞെട്ടലോട് കൂടിയാണ് ശ്യാം ഇരിക്കുന്നത്. പിന്നീടായിട്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട്. ആകെ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുക. വീണ്ടും ശ്രുതി വരുന്നുണ്ട്. ഷെടാ, ഞാൻ കാര്യം പറയാൻ മറന്നില്ലേ. എന്താണ് എൻ്റെ ഈ തുമ്മലിന് കാരണമെന്ന്? അത് ഞാൻ വിട്ടുപോയി. ആ സമയത്തെ നല്ല മഴയുണ്ടായിരുന്നു. മഴയിൽ ഞാനും അശ്വിൻ സാറും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് നോക്കി നിന്നു. അതുകൊണ്ടാ എനിക്ക് ഈ തുമ്മല് വന്നത്. എന്തായാലും തനിക്ക് സമാധാനമായല്ലോ. ഇനിയിപ്പോ എൻ്റെ കാര്യത്തിൽ താൻ ഇടപെടണ്ട. നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ആ ആളോട് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ ശ്രമിക്ക് എന്നും പറഞ്ഞ് കയ്യിലുള്ള പൊടി തുടച്ച ആ തുണി അങ്ങ് കുടയുന്നുണ്ട്. അതിലെ പൊടി തട്ടി ശ്യാമും അങ്ങ് തുമ്മാണ്. ദേഷ്യത്തിലങ്ങ് നിൽക്കുന്നുണ്ട് ശ്യാം.
അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. നാളെ വീണ്ടും കാണാം.